ഗോൾഡ് കവറിംഗ് ആഭരണ രംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം വില്ലുവാതിരിനാഥന്റെ പുണ്യഭൂമിയായ തിരുവില്ലാമലയിൽ. ലക്ഷ്മി ജ്വൽ പാലസ്, തിരുവില്ലാമല, പഴയന്നൂർ ആൻഡ് ചേലക്കര. കുടിവെള്ളം കിട്ടാതെ കാലിക്കുടങ്ങളുമായി പ്രതിഷേധം. പഴയന്നൂർ 18-ാം വാർഡിലെ ഭജനമഠം പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ദാഹജലത്തിനായി പ്രതിഷേധവുമായി കാലിക്കുടങ്ങളുമായി വീട്ടമ്മമാർ രംഗത്തിറങ്ങിയത്. പഴയന്നൂർ വടക്കേക്കര ശുദ്ധജല വിതരണ സമിതിയുടെ ജലനിധിയിൽ നിന്നും കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ വലയുന്നതായി ആക്ഷേപമുയരുന്നു. പഴയന്നൂർ 18-ാം വാർഡിലെ ഭജനമഠം പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ ഓരോ കുടുംബങ്ങളും ഭയങ്കരമായിട്ട് നമുക്ക് എന്നും പൈസ കൊടുത്ത് വണ്ടിയിൽ വെള്ളം അടിക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരും അല്ല. അന്നേ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. അതും കൂടി ഇല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനടക്കം ഇവിടെ നിന്ന് വീടും സ്ഥലം ഉണ്ടായിട്ട് വാടകയ്ക്ക് പോയിരിക്കേണ്ട അവസ്ഥയാണ്. എൻ്റെ അമ്മായിയമ്മ കുളത്തുപെട്ടിട്ടാണ് മരിച്ചു, കുളത്തിൽ കുളിക്കാൻ പോയിട്ട്. അത്രയും വെള്ളമില്ലാതെ നരകം കൊള്ളാൻ വേണ്ടിയിട്ട് വർഷങ്ങളായി. അതിന് ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കുടിവെള്ളം പഞ്ചായത്തിന് എങ്ങനെയാണെങ്കിലും ഏത് വഴിയാണെങ്കിലും ഓരോ വീട്ടുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു ഉപകാരമായിരിക്കും. കാരണം അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഏരിയയിലുള്ളവർ. അത് അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പുണ്യം തന്നെ അവർക്ക് കിട്ടും. കാരണം അത്രയും ബുദ്ധിമുട്ടിട്ടായിരിക്കണം ഓരോ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കഴിയേണ്ട ഒരു അവസ്ഥയാണ്. ഈ നട്ട വേനൽക്കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ദുരന്തമാണ്. എത്ര ആൾക്കാർ എത്ര ദിവസം വർഷങ്ങളോളം എത്ര വർഷം വാടകയ്ക്കിരിക്കും? സാധിക്കണ്ടേ? നമ്മുടെ സ്വന്തം സ്ഥലവും വീടും ഉണ്ടായിട്ട് വാടകയ്ക്ക് പോകാനോ ഒന്നിനും നിവൃത്തില്ല. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് വഴി വെള്ളം തരിക, അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കുളമോ കിണറോ കുഴിച്ച് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരണം. കടുത്ത വേനലിൽ ദാഹജലത്തിനായി ജലനിധിയെ ആശ്രയിക്കുന്ന പ്രദേശവാസികളാണ് കുടങ്ങളുമായി പ്രതിഷേധത്തിന് ഇറങ്ങിയത്. കനത്ത ചൂടിൽ കിണറുകളും ജലസംഭരണികളുമെല്ലാം വറ്റിത്തുടങ്ങിയിരിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം പമ്പ് ചെയ്തിരുന്ന പ്രദേശത്തെ ജലനിധിയിൽ നിന്നും കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായിട്ട് ഇത് കാണുന്നതല്ലേ. ഇപ്പൊ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവർ ഇന്നും ഇന്നലെ ഉള്ളവരല്ല. അവർ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇവിടെ നിൽക്കുന്ന വാർഡിലെ മെമ്പേഴ്സ് ആണെങ്കിലും അവർ ഈ വാർഡിൽ തന്നെ ഉള്ള മെമ്പർമാരാണ്. അവർക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളമില്ല എന്നുള്ളത്. പക്ഷെ അവരുടെ വീട്ടിൽ വെള്ളം ഇല്ലെങ്കിൽ പോലും അവർക്കതൊരു പ്രശ്നമല്ല. അത് മൈൻഡ് ചെയ്തവർ പോകണ്ടേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വെള്ളമില്ല എന്നുള്ള രീതിക്ക് അവർ പോകുന്നത്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ ഒരു പരിഹാരം എല്ലാത്തിനും വേണം. എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ 4 കിണറുണ്ട്, ഞങ്ങൾ ജലനിധി നടത്തുന്നുണ്ട്, കിണറുകളുണ്ട്. പണ്ട് കിണറിൽ വെള്ളം വേണം. അല്ലാതെ വെള്ളമില്ലാതെ ഒരു ജലനിധിയിൽ നിന്ന് ഒരു പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ല. പദ്ധതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വെള്ളം വേണ്ടത് ഈ വേനൽക്കാലത്താണ്. വർഷകാലത്ത് മിക്കവാറും എല്ലാ വീട്ടിലും ചെറിയ കിണറുകളുള്ളത് കൊണ്ട് എന്തായാലും കുറേശ്ശെ വെള്ളം കാണും. വേനലിൽ അവസാനമാകുമ്പോഴാണ് എല്ലാ വീട്ടിലേക്കും വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. ആ സമയത്ത് ഈ ജലനിധിയുടെ എല്ലാ കിണറുകളും പറ്റും. പിന്നെ ഇപ്പോൾ ജലനിധി കൊണ്ട് നമുക്കൊരു ഉപകാരം വേണമെന്ന് പറയുന്നത് ഈ വർഷക്കാലത്ത് വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഒപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊരു പ്രതിവിധി എന്തായാലും അവർ കാണണം. വേനൽക്കാലം ആകുമ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടർ അടിക്കാണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഒരു ദിവസം വരുന്ന വെള്ളം 4 ദിവസത്തേക്ക് ആക്കുക. ഇപ്പോൾ 4 ദിവസത്തിൽ വെള്ളം വന്നാലും ഒരു ദിവസത്തിൽ വെള്ളം വന്നാലും എല്ലാ വീട്ടിലും ഈ വെള്ളം എന്തായാലും യൂസ് ചെയ്യും. ഇപ്പോൾ 4 ദിവസം വന്നാലും ഒരു ദിവസം വന്നാലും എല്ലാ ദിവസവും വെള്ളം യൂസ് ചെയ്യാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ 4 ദിവസമുള്ള പരിപാടി ഇല്ലാതെ എല്ലാ ദിവസവും ഡെയിലി അവരവരുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം വരാവുന്ന രൂപത്തിലൊരു വെള്ളത്തിനൊരു പ്രതിവിധി കാണുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെ ഉദ്ദേശം. പൊതുകിണറുകളിലും ജലലഭ്യത കുറഞ്ഞതിനാൽ ഗ്രാമവാസികളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയാണ്. എന്നാൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ പ്രശ്ന പരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതും വൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് ജനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇത്തിരി അകലെയാണ്. ഞങ്ങൾക്ക് കിണറുണ്ടായിരുന്നു, ഒരു ബോട്ടല്ലേ അത് പോയി. പിന്നെ അത് തോണ്ടിയിട്ടൊന്നുമില്ല. വെള്ളമില്ല, ചുമട് ആയിട്ടാണ്. ഇപ്പോൾ വയ്യാണ്ടുമായി. അപ്പോൾ ഞങ്ങൾ വീട് വിട്ടു പോകാൻ നിൽക്കുക. എടുക്കുന്ന പരിപാടി അവർക്ക് ഇല്ല. പഞ്ചായത്ത് ഞങ്ങൾക്ക് ആ ഒരു സംവിധാനം ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെള്ളക്ഷാമം നല്ലതുപോലെ ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഈ ഭാഗം കൂടുതൽ ക്ഷാമമാണ്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് കയറില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളത്തിനുള്ള പരിപാടി നമുക്ക് ചെയ്തു തരുന്ന വേണം. വർഷങ്ങളായി നേരിടുന്ന ഈ ദുരാവസ്ഥയ്ക്ക് ഈ പ്രദേശത്ത് തന്നെ ജനിച്ചു വളർന്ന ജനപ്രതിനിധികൾ യാതൊരു പ്രതിവിധിയും കണ്ടെത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കുടിവെള്ളം ഞങ്ങൾക്ക് ഇത്ര നാളും കോരാൻ സാധിക്കായിരുന്നു. ഇപ്പോൾ വയ്യാത്ത കാലമായി. കഴിക്കും വയ്യ, കാലും വയ്യ, ഒന്നും വയ്യ. കുടിവെള്ളം കിട്ടണില്ല. ഇതന്നെ പ്രശ്നമുള്ളൂ. വെള്ളം വേണം. അത്ര നാളും നമുക്ക് കുളങ്ങൾ കുറച്ചു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ കുളവും ഇല്ല. കുളമൊക്കെ വെറ്റിപ്പോയി. ഇപ്പോൾ നമുക്ക് അലക്കാനും കുളിക്കാനും ഒന്നും പറ്റാത്തൊരു നിവൃത്തികേടായി. നമുക്ക് ഒരു വെള്ളം ആര് തന്നാലും അതൊരു ദൈവസഹായം പോലെ ഞങ്ങൾ കണക്കാക്കും. തൊഴിലുറപ്പിൽ ഒരു കിണർ കുത്തിക്കിട്ട് അതിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല. അതുപോലെ വല്ല കുളം എന്തെങ്കിലുമൊക്കെ നന്നായി കിട്ടിയെങ്കിൽ നമുക്ക് തിരുമ്പാനും കുളിക്കാനും പുറത്ത് പോയി ചെയ്ത് വെള്ളം ഇത്രയും കുറഞ്ഞു കിട്ടുമല്ലോ.
പൊതുവെ വെള്ളം കിട്ടുന്നില്ല. അപ്പം ഇന്ന് 4-ാം ദിവസമൊന്നും ഒന്നും കിട്ടിയില്ല. വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അതൊരു മുൻകൂട്ടി ഒരു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷയമല്ലേ, ടാങ്കറിലെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്നെങ്കിലും ചെയ്തായിരിക്കും. പൊതുകിണറുകൾ ഉണ്ടെങ്കിലും ചെയറെടുക്കാത്തതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമെല്ലാം ജലലഭ്യത കുറയുന്നതിന് കാരണമായി. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഓരോ വീടുകളിലും നേരിടുന്നത്. കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയിൽ കിടപ്പാടം ഉപേക്ഷിച്ച് വാടകയ്ക്ക് വീടെടുത്ത് മാറേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. കന്നുകാലികളെ വളർത്തുന്നവരും ആകെ ദുരാവസ്ഥയിലാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലും പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങാൻ തയ്യാറായി പ്രദേശവാസികൾ മുന്നോട്ട് വന്നെങ്കിലും കടുത്ത കുടിവെള്ളക്ഷാമമാണ് നിലവിൽ പ്രദേശവാസികൾ നേരിടുന്നത്. 4 ദിവസത്തിൽ ഒരിക്കൽ കിട്ടുന്ന വെള്ളം കൊണ്ട് ഒരു വീട്ടിലെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അധികാരികളെ മുഴുവൻ സമീപിച്ചിട്ടും അനുകൂല നടപടികൾ ലഭിക്കാത്തതിന്റെ പ്രതിഷേധമായാണ് കാലിക്കുടങ്ങളുമായി വീട്ടമ്മമാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. CCV ന്യൂസ്, പഴയന്നൂർ.